Hi everyone, ഞാൻ സി അഖില നാരായണൻ. On this video നമ്മൾ ട്രിപ്പിളയുടെ അസ്ത്ര ബാച്ച് ദാറ്റ് ഈസ് ക്രാഷ് ഫോർ May 25 സി എ ഇന്റർമീഡിയറ്റ് അത് എന്താണെന്നും ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, ഏതൊക്കെ ഡേറ്റ്സിലാണ് ക്ലാസ് വരുന്നത്, ഈ ഇൻഫർമേഷൻസ് വളരെ പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം triple-i-ca.com എന്ന് പറഞ്ഞ സൈറ്റിൽ ഈ ബാച്ചിനെ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് ഈസിലി അത് കണ്ടുപിടിക്കാൻ പറ്റും സൈറ്റിൽ. എന്നാലും ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ആ സൈറ്റ് വെച്ച് തന്നെ നിൽക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ സൈറ്റിൽ കയറുന്നു triple-i-ca.com. ദെൻ വ്യൂ കോഴ്സസിൽ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ബാച്ച് ഫൈൻഡർ ഉണ്ട്. നിങ്ങളുടെ ബാച്ച് ഏതാണെന്ന് നിങ്ങൾക്ക് ബാച്ച് ഫൈൻഡർ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റേജസ് കൊടുക്കണം. സി എ ഇന്റർമീഡിയറ്റ് ആയിരിക്കും. ദെൻ റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല നിങ്ങൾ നോക്കുന്നത്, ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. നമ്മുടെ ക്രാഷ് ബാച്ചസ് ഓഫ്ലൈനും ഓൺലൈനുമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ബ്രാഞ്ച് കൊച്ചിയിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓൾ ടുഗെദർ വിത്ത് ദാറ്റ് ഹൈബ്രിഡ് മോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൺലൈനും അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും ഫിൽറ്റർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഷ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. സോ ലുക്ക്, ഓക്കെ, 4 സബ്ജക്ട്സിനാണ് നമ്മൾ ഇത്തവണ ക്രാഷ് ബാച്ചസ് അഥവാ അസ്ത്ര ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. IDT ഫ്രം ഗ്രൂപ്പ് 1 ആൻഡ് കോസ്റ്റിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഫ്രം ഗ്രൂപ്പ് 2. അപ്പം നമുക്കറിയാം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ അല്ലേ. നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 ദിവസത്തിനുള്ളിൽ അടുത്ത എക്സാമിങ് എത്തി, മെയിൽ എക്സാം എത്തി. സോ 60 ഡേയ്സിനുള്ളിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ക്രാഷ് ബാച്ചസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡോൺ വറി, എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു അത്യാവശ്യം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതും എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ തീരുന്നതിന് മുമ്പ്. സോ നോക്കിയേ, ക്രാഷ് ബാച്ചസ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോസ്റ്റിംഗിന്റെ ക്ലാസ്സോട് കൂടിയാണ്. സോ കോസ്റ്റിംഗിന്റെ ക്ലാസ് എടുക്കുന്നത് CMA മുഹമ്മദ് സർ ആയിരിക്കും. ഡേറ്റ്സ് ആർ ഫ്രം March 2 to March 16. 1,999 rupees ആയിരിക്കും അതിന്റെ ഫീസ് വരുന്നുണ്ടാവുക. വർക്ക് ബുക്ക് ഒബിയസ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഉണ്ടാകും. അതിന് എക്സ്ട്രാ പേയ്മെന്റ് അതിനും കൊടുക്കേണ്ടി വരും. ബട്ട് അറിയാലോ, നമ്മുടെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോ അല്ലെങ്കിൽ മേ ബി സെക്കൻഡ് ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾറെഡി എക്സാം എഴുതി സെക്കൻഡ് ഗ്രൂപ്പ് ആണ് ഇനി പഠിക്കേണ്ടത്. ആ കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിളയുടെ കുട്ടികളാണെങ്കിൽ ദേ മേ ഓൾറെഡി ഹാവ് ദ വർക്ക് ബുക്ക്. സോ അപ് ടു യു. സോ അല്ല, വർക്ക് ബുക്ക് കൂടാതെയുള്ള ഫീസാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സസ് വരുന്നത് March 17 to 27 വരെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സിന്റെ ക്ലാസ് ആയിരിക്കും. നിതിൻ സേതുമാധവൻ സാറാണ് ക്ലാസ് കവർ ചെയ്യുന്നത്. 3,500 പ്ലസ് GST ആയിരിക്കും ഫീസ്. ഇത് ഞാൻ എടുത്ത് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സെയിങ് ഞാനത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് April 1 മുതൽ April 7 വരെ അൻവർ സാറിന്റെ ക്ലാസ്സസ് ആയിരിക്കും. IDT GST ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. 2,500 പ്ലസ് GST ആണ്. ദെൻ ഫൈനലി വി ഹാവ് DTയുടെ ക്ലാസ്സസ്. ഇൻകം ടാക്സിന്റെ ക്ലാസ്സസ് April 8 തൊട്ട് April 18 വരെ. അങ്ങനെ 18 കൂടി നമ്മുടെ ഫുൾ ക്രാഷ് ബാച്ചസ് തീരുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ദെൻ ആഫ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിവിഷനും ഒരു മോക്ക് എക്സാംസ് ഒക്കെ എഴുതാനുള്ള ഒരു ടൈം വേണമല്ലോ. സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്രാഷ് ബാച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ലൈക്ക് വൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഷ് ബാച്ചസ് ഇവിടെ നിന്ന് തന്നെ ജോയിൻ നൗ കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി വി ആർ മൂവിങ് ടു റെക്കോർഡഡ് സെക്ഷൻസ് അല്ലെ. ഇവിടെ നമ്മൾ മോഡിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു റെക്കോർഡഡ് ഉണ്ട്. നിങ്ങൾക്കിപ്പം ഇതൊന്നും അല്ല, എനിക്ക് ലോയുടെ ക്ലാസ് ആണ് വേണ്ടത്, അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹിയർ യു ക്യാൻ സി നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഈവൻ GSTയുടെ ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഓൺലൈനായിട്ട് ക്രാഷ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാം. ദെൻ ക്രാഷ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്ലാസ്സസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് നേരത്തെ ആ ഒരു ടൈം ഷെഡ്യൂൾ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് പർച്ചേസ് ചെയ്യാം. ഇതിനെല്ലാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വളരെ ടൈം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടൊരു ടൈം, ഒരു സമയത്തൂടെ നിങ്ങൾക്ക് പോകുന്നത് അല്ലേ. റിസൾട്ട് വന്നു, അടുത്ത എക്സാം 60 ഡേയുടെ ഗ്യാപ്പാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഓരോ കുട്ടികൾക്കും 1 to 1 ആയിട്ട് വേരി ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആയിരിക്കും. ചിലർക്ക് മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്യണം, ചിലർക്ക് ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു മറ്റേ ഗ്രൂപ്പ്, അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആകാം സെക്കൻഡ് ഗ്രൂപ്പ് ആകാം അല്ലെ. ചിലർക്ക് ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു, ചിലർ പേപ്പറിന് എക്സംഷൻ ഉണ്ട്, അപ്പം ബാക്കി പേപ്പേഴ്സിന് വേണ്ടി ഒരു പ്ലാൻ വേണം. സോ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെ കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസേഷൻ പോസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ക്രാഷസ് ആണെങ്കിലും റെക്കോർഡ് സെഷൻസ് ആണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് മെയ്ഡ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, അത് വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. സോ ഓൾറെഡി നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, വാട്ട് ഇഫ് ഐ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മളൊരു പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പ്ലാൻ വേണം. റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ വേണം. ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ പല പോസിബിലിറ്റീസിനെ ബേസ് ചെയ്ത് ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഏതൊക്കെ ക്ലാസ് റെക്കോർഡിംഗ് കാണണം, ഏതൊക്കെ ക്ലാസ് ക്രാഷിന് ജോയിൻ ചെയ്യണം, ഏതൊക്കെ ക്ലാസ് സെൽഫ് സ്റ്റഡി എടുക്കണം, എന്ത് ഞാൻ പഠിക്കണം, എന്ത് പഠിക്കേണ്ട അല്ലെ. നമുക്ക് വരാൻ പോകുന്ന ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് പല സിനാറിയോസിലാണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നൊരു പ്രോപ്പർ പ്ലാൻ അത് നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് വെക്കണം. ആ പ്ലാനോട് കൂടി ആയിരിക്കണം നിങ്ങൾ റിസൾട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, സ്മൂത്ത്ലി നിങ്ങൾക്ക് ഡിസിഷൻസ് എടുത്ത് പ്ലാൻ അനുസരിച്ച് മൂവ് ചെയ്യുന്നു, അടുത്ത അറ്റംപ്റ്റ് തന്നെ പാസ് ആവാൻ നിങ്ങൾ ഫുള്ളി സെറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാം. ഇനി കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും ഒബിയസ്ലി യു മസ്റ്റ് ഹാവ് എ പ്ലാൻ. അപ്പോൾ എന്തിന്റെ ക്രാഷ്, എന്തിന്റെ റെക്കോർഡിങ്സ്, ഏത് ഓഫ്ലൈൻ ഏത് ഓൺലൈൻ, ഈ വക കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ദെൻ ഗോ ഹെഡ് വിത്ത് യുവർ പ്ലാൻ.
ഇത്തവണ കിട്ടാത്തവർക്കും അടുത്ത തവണ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്ലാൻ. ഇനി ഇത്തവണ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയവരുണ്ടായിരിക്കും, അവർക്ക് സെക്കൻഡ് ഗ്രൂപ്പ് അടുത്ത തവണ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. സോ ലൈക്ക് വൈസ് ഗോ ഹെഡ്, plan your journey and grab your success at the earliest. All the best.